Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Silent Child by Chris Overton, FIUGP Semester 4, BSc Humanities and Other BA Programs, Calcutta University. Summary of The Silent Child. The Silent Child is a touching British short film directed by Chris Overton and written by Rachel Shendon. The film won the Oscar for Best Live Action Short Film at the Academy Awards. സൈലൻറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ് ഓവർട്ടൺ ആണ്. എഴുതിയിരിക്കുന്നത് റാച്ചൽ ഷെൻഡൻ ആണ്. ഈ ഒരു ഫിലിമിന് ഓസ്കാർ ഫോർ ബെസ്റ്റ് ലീവ് ആക്ഷൻ ഷോർട്ട് ഫിലിം അറ്റ് ദ അക്കാഡമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ടെൽസ് ദ ഇമോഷണൽ സ്റ്റോറി ഓഫ് എ യങ് ഡഫ് ഗേൾ ആൻഡ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈൻ ലാംഗ്വേജ്, ഇൻക്ലൂഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒരു കഥയിൽ പറയുന്നത് ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്. ഇതൊരു വികാരപരമായിട്ടുള്ള ഒരു കഥയാണ് അതിൽ പറയുന്നത്. ഒരു കുട്ടി, ഡഫ് ഗേൾ, അതായത് കേൾവിക്കുറവായിട്ടുള്ള ഒരു കുട്ടിയാണ്, കേൾക്കാൻ കഴിയില്ല ആ കുട്ടിക്ക്. ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൈൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ കേൾവിക്കുറവ് ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആംഗ്യഭാഷയാണ്. ഇൻക്ലൂഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതും കൂടെ, അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദ ഫിലിം സ്ട്രോങ്ലി കൺവേസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ദാറ്റ് എവറി ചൈൽഡ് ഡിസേർവ് ടു ബി ഹേർഡ്. അതുപോലെ ഈ ഒരു മൂവിയിൽ പറയുന്ന മറ്റൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. ഓരോ ചൈൽഡും കേൾക്കാൻ അവരുടെ റൈറ്റാണ് കേൾവി എന്ന് പറയുന്നത്. ദ സ്റ്റോറി സെൻറ്റേഴ്സ് ഓൺ ലിബി, എ 4-year-old ഡഫ് ഗേൾ ബോൺ ഇൻ ടു എ ഹിയറിംഗ് ഫാമിലി. അപ്പോൾ ഈ കഥ ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേരാണ് ലിബി. അവളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അവളുടെ ഫാമിലി മൊത്തം കേൾക്കുന്ന ആളുകളാണ്, അവൾക്ക് മാത്രമേ ഉള്ളൂ കേൾവി ഇല്ലാത്തത്. ഓൾദോ ഹെർ പാരൻസ് ലവ് ഹെർ ഡീപ്ലി, ദേ ഡു നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഹെർ നീഡ്സ്. അവളുടെ പാരൻസ് അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അറ്റ് ഹോം കോൺവെർസേഷൻസ് ടേക്ക് പ്ലേസ് അറൗണ്ട് ഹെർ ബട്ട് ഷി കനോട്ട് ഹിയർ ഓർ ഫോളോ വാട്ട് ഈസ് ബീങ് സെഡ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും കേൾക്കാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്, പക്ഷേ അവർ പറയുന്നതൊന്നും ഈ കുട്ടിക്ക് കേൾക്കുന്നുമില്ല, അവൾക്ക് പറയാനും കഴിയുന്നില്ല. ഷീ ഈസ് ഓഫൺ ലെഫ്റ്റ് ഔട്ട് ഓഫ് ഫാമിലി ഇൻറ്ററാക്ഷൻസ് വിച്ച് മേക്സ് ഹർ ഫീൽ ഐസൊലേറ്റഡ് ആൻഡ് എലോൺ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന ചർച്ചകളൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൾ അതിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. അങ്ങനെ അവൾ ഐസൊലേറ്റഡ് ആയിട്ട്, അവളിപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫായിട്ട് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഷീ കനോട്ട് കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഷീ ബിക്കംസ് ക്വയറ്റ് ആൻഡ് വിത്ഡ്രോൺ. അതായത് അവൾക്ക് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. ഹർ സൈലൻസ് ഈസ് നോട്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് ബട്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. അപ്പോൾ അവളുടെ സൈലൻസ്, നിശബ്ദയായിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവളുടെ സൈലൻസ്, അവളുടെ നിശബ്ദത ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട്, അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, ആശയവിനിമയ ഉപാധികളൊന്നും അവൾക്ക് കിട്ടുന്നില്ല. ലിബീസ് പാരൻസ് ബിലീവ് ദാറ്റ് ലിപ് റീഡിംഗ് ആൻഡ് സ്പീച്ച് തെറാപ്പി ആർ ഇനഫ് ടു ഹെൽപ്പ് ഫർ അഡ്ജസ്റ്റ് ടു ഹിയറിംഗ് വേൾഡ്. അപ്പോൾ ഈ കേൾക്കുന്ന ലോകത്ത് അവൾക്ക് ലിപ് റീഡിങ്, അതായത് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ സ്പീച്ച് തെറാപ്പിയൊക്കെ മതി അവൾക്ക് കേൾക്കാൻ, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ലിബിയുടെ പാരൻസ് വിശ്വസിക്കുന്നത്. ദേ തിങ്ക് സൈൻ ലാംഗ്വേജ് ഈസ് അൺനെസസറി ആൻഡ് ഫിയർ ഇറ്റ് മേ പ്രിവെൻറ്റ് ഹർ ഫ്രം ഫിറ്റിംഗ് ഇൻ. അവർ വിചാരിക്കുന്നത് സൈൻ ലാംഗ്വേജ്, ഈ ആംഗ്യഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകതയില്ല. അവർക്ക് പേടിയാണ്, ഈ ആംഗ്യഭാഷ വന്നു കഴിഞ്ഞാൽ അവൾ അതിൽ എങ്ങനെയാണ് ഫിറ്റ് ആവുക. ആസ് എ റിസൾട്ട് ലിബി കണ്ടിന്യൂസ് ടു സ്ട്രഗിൾ ഇമോഷണലി ആൻഡ് സോഷ്യലി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൈൻ ലാംഗ്വേജിനെ അവോയ്ഡ് ചെയ്തതുകൊണ്ട് തന്നെ അവൾ സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടൊക്കെ അവൾ വളരെ പ്രയാസത്തിലാണ്. ഷീ അപ്പിയേഴ്സ് ഡിസ്കണക്റ്റഡ് ഫ്രം ഹർ സറൗണ്ടിങ്സ് ബിക്കോസ് ഷീ ഹാസ് നോ ക്ലിയർ വേ ടു എക്സ്പ്രസ് ഹർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് നീഡ്സ്. അപ്പോൾ അവൾ മറ്റുള്ളവരിൽ നിന്ന്, അവളുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
അവൾക്ക് അവളുടെ ചിന്തകളും അവളുടെ ഫീലിങ്സും നീഡ്സും അവളുടെ ആവശ്യങ്ങളൊന്നും അവൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം ഇല്ല എന്നാണ് പറയുന്നത്. A turning point in the story comes when John, a kind and patient social worker, enters Libby's life. അപ്പോൾ ഇവിടെ ലിബിയുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് വന്നിരിക്കുകയാണ്. അതായത് ഒരു സോഷ്യൽ വർക്കർ, അവർ വളരെ ദയാലുവായിട്ടുള്ള വളരെ ക്ഷമയുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. ജോൺ എന്നാണ് പേര്. അവർ ലിബിയുടെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ലിബിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ജോൺ നോസ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ആൻഡ് ബിഗിൻസ് ടീച്ചിങ് ഇറ്റ് ടു ലിബി. അപ്പോൾ ജോന് നല്ല രീതിയിൽ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് അറിയാം. അങ്ങനെ ലിബിക്ക് അത് പഠിപ്പിക്കാൻ തുടങ്ങി. ഫോർ ദ ഫസ്റ്റ് ടൈം ലിബി ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ആ ഒരു സമയത്താണ് ലിബിക്ക് നല്ല രീതിയിൽ ജോനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയത്, ആശയവിനിമയം നടത്താൻ പറ്റിയത്, അവളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞത്. ത്രൂ സൈൻ ലാംഗ്വേജ് ഷീ ലേൺസ് ടു എക്സ്പ്രസ് ഹെർസെൽഫ് ആൻഡ് കണക്ട് വിത്ത് സമ്മൺ ഹു ട്രൂലി അണ്ടർസ്റ്റാൻഡ് ഹെർ. അപ്പോൾ സൈൻ ലാംഗ്വേജിലൂടെ അവൾക്ക് അവളുടെ ആവശ്യങ്ങൾ അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രാജുവലി ഹെർ പേഴ്സണാലിറ്റി ബിഗിൻസ് ടു ഷൈൻ. ക്രമേണ അവളുടെ പേഴ്സണാലിറ്റി ഷൈൻ ചെയ്യാൻ തുടങ്ങി. ഷീ ബിക്കംസ് ഹാപ്പിയർ, മോർ കോൺഫിഡൻറ്റ് ആൻഡ് മോർ എക്സ്പ്രസീവ്. അവൾ കുറച്ചും കൂടെ സന്തോഷവതിയായി, കുറച്ചും കൂടെ കോൺഫിഡൻ്റായി, എക്സ്പ്രസീവായി. ഷീ ലവ്സ്, പ്ലേസ് ആൻഡ് ഫോംസ് എ സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് വിത്ത് ജോൺ. അപ്പോൾ അവളുടെ ഇമോഷൻസൊക്കെ അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. അവളുടെ ഇമോഷൻസൊക്കെ ജോനുമായിട്ട് പങ്കുവെക്കാൻ തുടങ്ങി. സൈൻ ലാംഗ്വേജ് ഗിവ്സ് ലിബി എ വോയിസ് ആൻഡ് ഹെൽപ്സ് ഹർ ഫീൽ ഇൻക്ലൂഡഡ്. അപ്പോൾ ഈ ഒരു സൈൻ ലാംഗ്വേജ് ലിബിക്കൊരു ഒരു വോയിസ്, ഒരു ശബ്ദമാണ് അവൾക്ക് നൽകിയത്. അതുപോലെ അവളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, അവളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് മാറി സൈൻ ലാംഗ്വേജ്. അതുപോലെ അവൾ ഒരു ഇൻക്ലൂഡഡ് ആയിട്ട് മാറി. അതായത് അവൾക്ക് സൈൻ ലാംഗ്വേജ് അറിയുന്നതിന് മുമ്പ് അവൾ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. വീട്ടിലൊക്കെ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ അവൾ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. ഇപ്പോൾ അവൾ ഇൻക്ലൂഡഡ് ആയിട്ട് മാറി. ജോൺ ഓൾസോ ട്രൈസ് ടു എഡ്യൂക്കേറ്റ് ലിബീസ് പാരൻസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. ജോൺ, ഈ ഒരു സോഷ്യൽ വർക്കർ, ലിബിയുടെ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദെയർ ഡോട്ടേഴ്സ് ഇമോഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവർ പാരൻസിനോട് വിശദീകരിക്കുകയാണ്. അതായത് ലിബിയുടെ ജീവിതത്തിൽ അവളുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് അവൾക്ക് എന്ത് ആവശ്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ആവശ്യമാണ് അവൾക്ക്. However, despite seeing Libby's progress and happiness, her parents decide not to continue with sign language education. അതായത് പാരൻസിന് അവളുടെ ഹാപ്പിനെസ്സും അവളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. പക്ഷേ എന്നാലും അവർ ഈ ഒരു സൈൻ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്യാൻ അവർ തയ്യാറായില്ല. They choose to send her to mainstream school without special support because they believe it will help her fit into society more easily. അവരെന്ത് ചെയ്തു, അവരുടെ മകളെ മുഖ്യധാരയിലുള്ള സ്കൂള്, സാധാരണ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവൾക്കൊരു സ്പെഷ്യൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, അവൾ അവിടെ അഡ്ജസ്റ്റഡ് ആകും എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ദേ കൺസിഡർ സൈൻ ലാംഗ്വേജ് ലക്ഷറി റാദർ ദാൻ നെസസിറ്റി. അവർ വിചാരിക്കുന്നത് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അതൊരു ലക്ഷറിയാണ്, ഒരു ആർഭാടാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ദിസ് ഡിസിഷൻ ക്രിയേറ്റ്സ് എ ഹാർട്ട് ബ്രേക്കിംഗ് എൻഡിങ്. അപ്പോൾ ഈ ഒരു തീരുമാനം തന്നെ ലിബിയുടെ ജീവിതത്തിൽ വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് എൻഡിങ് ആയിരുന്നു. ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലിബി മേ വൺസ് അഗെയിൻ ഫേസ് ലോൺലിനെസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു സമയത്ത് ഓഡിയൻസ് മനസ്സിലാക്കുന്നുണ്ട് ലിബി ഒരിക്കൽ കൂടി ഏകാന്തതയിലേക്ക് പോവാനിരിക്കുകയാണ്. ദ ഫിലിം ഷോസ് ഹൗ സൊസൈറ്റി ഓഫൺ ഫെയിൽസ് ഡഫ് ചിൽഡ്രൻ ബൈ നോട്ട് പ്രൊവൈഡിങ് പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഫിലിം കാണിക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ സമൂഹം ഇങ്ങനെ ഡഫായിട്ടുള്ള കുട്ടികളെ കെയർ ചെയ്യുന്നതിൽ ഫെയിലായിട്ടുള്ളത്. അതായത് ഡഫായിട്ടുള്ള ചിൽഡ്രനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാതെ ഫെയിലായ ഒരു സൊസൈറ്റിനെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇറ്റ് ക്രിട്ടിസൈസസ് ദ ഐഡിയ ദാറ്റ് ഡഫ് ചിൽഡ്രൻ മസ്റ്റ് സിംപ്ലി അഡ്ജസ്റ്റ് ടു ദ ഹിയറിംഗ് വേൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഈ ഒരു ഫിലിം വിമർശിക്കുന്നുണ്ട്. അതായത് ഡഫ് ചിൽഡ്രൻ, കേൾവിയില്ലാത്ത കുട്ടികൾ ഈ കേൾവിയുള്ള ലോകത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട് അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകണം ആശയവിനിമയത്തിന്. അതായത് കേൾവിയുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. ദ റോൾ ഓഫ് ലിബി ഈസ് പ്ലേഡ് ബൈ മേസിസ് ലൈ ഹൂ ഇസ് ഡഫ് ഇൻ റിയൽ ലൈഫ്. അപ്പോൾ ഈ ഒരു ലിബിയുടെ റോൾ ചെയ്തിരിക്കുന്നത് മേസിസ് ലൈ ആണ്. അവർ യഥാർത്ഥ ജീവിതത്തിൽ ഡഫാണ്. ദിസ് ആഡ്സ് ഒതൻറ്റിസിറ്റി ആൻഡ് ഇമോഷണൽ ഡെപ്ത് ടു ദ ഫിലിം. ആഫ്റ്റർ ഇറ്റ്സ് റിലീസ് ദ ഫിലിം വാസ് ബ്രോഡ്കാസ്റ്റ് ഓൺ BBC and reached millions of viewers, sparking discussions about ഡഫ് അവയർനെസ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഡഫ് റിയൽ ലൈഫിലും ടഫാണല്ലോ ഈ കഥാപാത്രം ചെയ്തിരിക്കുന്ന കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി, ഇമോഷണൽ ഡെപ്ത്നെസ് ഒക്കെ കുറച്ചും കൂടെ ഈ ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ റിലീസിന് ശേഷം ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് BBC-യിൽ. മില്യൺസ് ഓഫ് വ്യൂവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓവറോൾ ദി സൈലന്റ് ചൈൽഡ് ഈസ് എ പവർഫുൾ and emotional film that highlights the struggles faced by deaf children when they are denied access to sign language. Through Libby's journey, the film shows how proper communication can transform a child's life. It serves as a strong call for empathy, awareness, and change, reminding society that every child has the right to communicate and belong. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഇമോഷണൽ ഫിലിമാണ്. ഇതിലൊരു ഡഫ് ചിൽഡ്രൻ ഫേസ് ചെയ്യേണ്ട സ്ട്രഗിളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ അവൾക്ക് ആവശ്യമായിട്ടുള്ള സൈൻ ലാംഗ്വേജ് നിഷേധിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലിബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ, അതായത് ഒരു കുട്ടിയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഇതിൽ എമ്പതി, അവയർനെസ്, ചേഞ്ച്, അതുപോലെ റിമൈൻഡിങ് സൊസൈറ്റി ദാറ്റ് എവരി ചൈൽഡ് ഹാസ് റൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ബിലോങ്. ഓരോ കുട്ടിക്കും ആശയവിനിമയം ആവശ്യമാണ്, അവരുടെ അവകാശമാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ.